എന്താ മുള്ളപ്പന്നി ഉണ്ടോ? അടിപൊളിയല്ലേ? ഞാൻ ആദ്യമായിട്ടോ ഇങ്ങനെ കാണുന്നത് മുള്ളപ്പന്നി. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കാടിൻ്റെ നടുക്കുള്ള ഒരു പാലസിലാണ്. വിശാലമായ ഒരു അടിപൊളി റൂമാണ് കേട്ടോ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂമാണ്. ഒരു ബെഡുണ്ട്, ഇരിക്കാനൊരു സെറ്റി ടേബിളൊക്കെ ഉണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ പൂളാണ് കേട്ടോ. ഭയങ്കര രസമാണ്. ഫോറസ്റ്റിൻ്റെ നടുക്ക് താമസിക്കുന്ന ഒരു ഫീലാണ്. അതെ, കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനു പറയുന്നത്, കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആന, അപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ സാമ്പാർ ഡിയർ. ഇങ്ങനൊരു ലഞ്ച് ഒരിക്കലും കഴിച്ചിട്ടുണ്ടാവില്ല കേട്ടോ. വണക്കം, ദിസ് ഇസ് ട്രാവ്ക. പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് തേക്കടിയിലുള്ള ആരണ്യ നിവാസ് എന്ന് പറഞ്ഞ് നമ്മുടെ ആ ഒരു കാട്ടിനകത്തൊക്കെ ഉള്ള ഒരു സ്റ്റേ ആണ്. ഭയങ്കര കാടല്ല, നമ്മുടെ ബോട്ടിംഗ് ഒക്കെ പോകുന്ന ആ സ്ഥലത്തുള്ള സ്റ്റേ ആണ്. അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു, നമ്മുടെ റൂം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി റൂം പോയി കാണാം. അപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ആരണ്യ നിവാസ് തേക്കടി. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. സ്റ്റേ ട്യൂൺ ട്രാവ്ക. അപ്പോൾ ഒരു അടിപൊളി നമ്മുടെ ഒരു സ്റ്റേയുടെ വീഡിയോ ആണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. കാര്യം നമ്മൾ ഈ പ്രോപ്പർട്ടിയിൽ നിൽക്കുന്ന സ്ഥലത്ത് രാത്രി മുള്ളം മന്തി മാനൊക്കെ ചിലപ്പോൾ വരും. പറ്റുവാണെങ്കിൽ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് കാണാം. അപ്പോൾ നമ്മളിതാ ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. ഇതെന്ന് ആരണ്യ നിവാസ്. അപ്പോൾ നമ്മുടെ റൂം റെഡി ആയിട്ടുണ്ട്. നമുക്ക് റൂം പോയിട്ട് റൂമൊക്കെ ഒന്ന് കാണാം. ലെറ്റ്സ് ഗോ. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാം റൂമിൽ പോയിട്ട്. അതും ഇവിടെ എല്ലാം ചോദിച്ചു വയ്ക്കുകയാണ്. മൃഗങ്ങൾ ഏതൊക്കെ വരും, കാട്ടുപോത്ത് വന്നിട്ടുണ്ടോ, മുള്ളൻപന്നി വന്നിട്ടുണ്ടോ എന്നൊക്കെ എല്ലാം ചോദിച്ച് മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും റൂമിൽ പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം വരുന്നത്, 106. വിശാലമായ ഒരു അടിപൊളി റൂമാണ് കേട്ടോ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂമാണ്. ഒരു ബെഡുണ്ട്, ഇരിക്കാനൊരു സെറ്റി ടേബിളൊക്കെ ഉണ്ട്. നമ്മുടെ ജനൽ തുറന്നാൽ കാണുന്നത് സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് ഈ കാണുന്ന റൂം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആരണ്യ നിവാസിലെ സ്റ്റേ. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളും തുടരെ കാണാം. സ്റ്റേ ട്യൂൺ ട്രാവ്ക. നമുക്ക് റൂമിൽ വെൽക്കം കിറ്റായിട്ട് കുറച്ച് ഗ്രേപ്സ്, പിന്നെ പഴം, ഏത്തപ്പഴം, അല്ലാത്ത പഴം, പിന്നെ ഓറഞ്ച്, ആപ്പിൾ, പിന്നെ കുറച്ച് കുക്കീസും തന്നു കേട്ടോ. കുറച്ചൊരു വെൽക്കം കിറ്റാണ്. കൊള്ളാം. അപ്പം എന്തായാലും കുറച്ച് റെസ്റ്റ് ചെയ്യട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ആരണ്യ നിവാസിലെ സ്വിമ്മിംഗ് പൂള്. കിഡ്സ് പൂളും ഉണ്ട്, വലിയവർക്കുള്ള പൂളും ഉണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ പൂളാണ് കേട്ടോ. ഭയങ്കര രസമാണ്. ഫോറസ്റ്റിൻ്റെ നടുക്ക് താമസിക്കുന്ന ഒരു ഫീലാണ്. അപ്പോൾ അതിനകത്ത് നിൽക്കുന്നൊരു പൂള് പോലെയൊക്കെയുള്ളൊരു ഫീലിംഗ് ആണ്. ചുറ്റും ബേർഡ്സിൻ്റെയും അണ്ണാൻ്റെയൊക്കെ ഭയങ്കര ശബ്ദമാണ് കേട്ടോ. ചുറ്റും നോക്കിയാൽ ഫുൾ മരങ്ങളും കാടൊക്കെയാണ്. അപ്പോൾ നമ്മുടെ KTDC ആരണ്യ നിവാസ് തേക്കടിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് സ്വിമ്മിംഗ് പൂളാണ്. ടൈമിംഗ് രാവിലെ 8 മണി മുതൽ വൈകിട്ട് 7 വരെയുണ്ട്. ഇവിടെ ഉള്ളവർക്ക് റെസിഡൻസിന് മാത്രമേ ഉള്ളൂ. പിന്നെ ചിൽഡ്രൻ ഷുഡ് ബി അക്കംപനീഡ് ബൈ പാരൻസ്. കിഡ്സ് പൂൾ ഉണ്ടെങ്കിലും കൂടെ ആളുണ്ടാവണം. പിന്നെ പൂൾ ഡ്രസ്സ് ഉണ്ടായിരിക്കണം. പിന്നെ ഷവർ ചെയ്യാൻ ഇറങ്ങുന്നതിന് മുന്നേ ഡൈവ് ചെയ്യാൻ പ്രൊഹിബിറ്റഡ് ആണ്. സോ ഒക്കെ കണ്ട് പൂൾ യൂസ് ചെയ്യുക. നല്ല പൂളാട്ടോ, അത്യാവശ്യം നല്ല പൂളാണ്. നല്ല രസമുള്ള പൂളാണ്. കാര്യം ചുറ്റും മരങ്ങളും കാടിൻ്റെ ഒരു ശബ്ദവും ഒക്കെ കേട്ടിട്ടുള്ള അടിപൊളി ഒരു പൂളാണ്. അതോടൊപ്പം നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഈ ഒരു ആരണ്യ നിവാസ്. അപ്പോൾ ആരണ്യ നിവാസിൽ നമ്മൾ നിന്ന പോലത്തെ സ്യൂട്ട് റൂംസും ഉണ്ട്, അതല്ലാത്ത റൂംസും മേളിലോട്ടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് അവരുടെ ഓർക്കിഡ് റെസ്റ്റോറൻ്റ് ആണ്. റെസ്റ്റോറൻറ്റ് ഇവിടെയാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നറൊക്കെ ഇവിടെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ്. പിന്നെ ഇവിടെ ഒരു ബിയർ പാർലർ ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ബോട്ടിംഗ് ഒക്കെ പറഞ്ഞാൽ അവർ ബോട്ടിങ്ങിൻ്റെ അങ്ങോട്ടാക്കി തരും. പിന്നെ ഇവിടെ ഒരു ലേക്ക് പാലസ് എന്ന് പറഞ്ഞ ആ ഒരു റിസർവാറിൻ്റെ അവിടെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഒരു വിസിറ്റ് ഉണ്ട് കേട്ടോ ഉച്ചയ്ക്ക് ശേഷം. ഉച്ചയ്ക്ക് ലഞ്ച് നമുക്ക് അവിടെ പറഞ്ഞേക്കുന്നത് സ്പെഷ്യലായിട്ട്. അപ്പോൾ അവിടെ പോയാണ് ലഞ്ച് കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ജസ്റ്റ് ഒന്ന് നടക്കാൻ ഇറങ്ങാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി. അത്യാവശ്യം നല്ല പാർക്കിംഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു നാച്ചുറൽ ആയുർവേദിക് ആൻഡ് വെൽനസ് സ്പാ ഉണ്ട്. ഇതാണ് പ്രോപ്പർട്ടി കേട്ടോ. അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ 1950 ട്രാവൻകൂർ കിങ് ഉണ്ടാക്കിയ അതായത് ട്രാവൻകൂർ കിങ് ഈ ഒരു പെരിയാർ റിവറിൻ്റെ നടുക്ക്, അതായത് ഇവരുടെ ഇപ്പോൾ KTDC ലേക്ക് പാലസ് ഹോട്ടലുണ്ട്, അത് അവരുടെ ഒരു സമ്മർ പാലസ് ആയിരുന്നു. അപ്പം കിങ്ങിന് താമസിക്കാനുള്ള സമ്മർ പാലസ് ആ ലേക്കിൻ്റെ നടുക്കുണ്ട്. അപ്പം ഒഫീഷ്യൽസിന് താമസിക്കാനായിട്ട് തീരത്ത് ഉണ്ടാക്കിയ ഈ ഒരു ബിൽഡിംഗ് ആണ് നമ്മുടെ ഈ ആരണ്യ നിവാസ്. 1950 നമ്മുടെ ട്രാവൻകൂർ കിങ് ഇത് ബിൽഡ് ചെയ്തത്. 1963 ജവഹർലാൽ നെഹ്റു ഒക്കെ വന്ന സമയത്ത് ഇത് പബ്ലിക്കിന് ഓപ്പൺ ആക്കി കൊടുത്തു. അപ്പോൾ ഇത് ഒരു സമ്മർ പാലസ് ആണ്. നമ്മുടെ ലേക്ക് പാലസ് ഹോട്ടൽ, ലേക്ക് പാലസ് നമ്മുടെ KTDC ലേക്ക് പാലസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉണ്ട്.
നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ അവിടെയാണ് പോകുന്നത്. അപ്പോൾ അതാണ് പണ്ട് 1950 ഉണ്ടായിരുന്ന കിങ്ങിൻ്റെ ഒരു സമ്മർ പാലസ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ടൈമിൽ സമ്മറിലൊക്കെ കിങ് ഇവിടെ വരുമ്പോൾ അപ്പോൾ ഒഫീഷ്യൽസിന് താമസിക്കാനാണ് ഈ ഒരു അരണ്യ നിവാസം ഈ പ്രോപ്പർട്ടി ഉണ്ടാക്കിയത്. പിന്നെ അത് പിൻകാലങ്ങളിൽ 1963 ജവഹർലാൽ നെഹ്റു ഒക്കെ വന്നപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ അത് പബ്ലിക്കിനായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തു. ഇപ്പം KTDCയുടെ കീഴിൽ വരുന്ന ഇത് അരണ്യ നിവാസമുണ്ട്. പിന്നെ തൊട്ടപ്പുറത്ത് KTDC പെരിയാർ ഹൗസ് ഉണ്ട്. പിന്നെ ലേക്കിൻ്റെ നടുക്കുള്ള അന്നത്തെ ആ ഒരു സമ്മർ പാലസ് എന്ന് പറയുന്നത് ഇപ്പോൾ അത് ലേക്ക് പാലസ് ആണ്. അതൊരു പ്രീമിയം റിസോർട്ടാണ് കേട്ടോ. അവിടെ ഒരു എനിക്കുള്ളൊരു 14,000-15,000 റേറ്റാണ്. കാര്യം അത് ആ ഒരു പെരിയാർ നദിയുടെ നടുക്കിരിക്കുന്നതാണ്. പിന്നെ ആനിമൽ സ്പോട്ടിങ് ചാൻസ് കൂടുതലാണ്. നമ്മൾ ബോട്ടിൽ വേണം അവിടെ പോകാനായിട്ട്. പോയി കഴിഞ്ഞാൽ എല്ലാം ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എല്ലാം അവിടെ തന്നെ ഉണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ മീൻസ് ഈ ഒരു റിവറിൻ്റെ സൈഡിലാണ്, റോഡ് സൈഡ് ആക്സസ് ഉള്ള സ്ഥലത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ റേറ്റ് എനിക്കുള്ളൊരു 5,000-6,000 റേറ്റാണ്. പെരിയാർ ഹൗസ് അതിനേക്കാൾ കുറവാണ്. അങ്ങനെ 3 കാറ്റഗറിയിൽ KTDCയിൽ തേക്കടിയിൽ ഈ പ്രോപ്പർട്ടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ബോട്ടിങ്ങിന് അവിടെ ഒന്ന് നടക്കാനായിട്ട് വന്നതാണ്. ബോട്ടിങ്ങിൻ്റെ ടിക്കറ്റ് എടുത്താൽ അവരവിടെ നിന്ന് ബസ്സിൽ കൊണ്ടുവരുന്നൊരു സ്പോട്ടാണ് ഈ ഒരു സ്ഥലം. ഇവിടെ നിന്നാണ് അവർ ബോട്ടിങ്ങിനായിട്ട് കൊണ്ടുപോകുന്നത്. അതൊക്കെ ജസ്റ്റ് ഒന്ന് ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ പെരിയാർ ബോട്ടിങ്ങിൻ്റെ ഏരിയ. നമ്മൾ ബോട്ടിങ്ങിൻ്റെ ടിക്കറ്റ് എടുത്ത് വന്നാൽ ഇവിടെയാണ് ആ ബസ് കൊണ്ട് നിർത്തുന്നത്. ഇവിടെ നിന്നാണ് നമുക്ക് ബോട്ടിങ്ങിനായിട്ട് പോകാൻ പറ്റുന്നത്. ആ സ്ഥലമൊക്കെ ഞാൻ പോയി കാണിച്ചു തരാം. ഇപ്പോൾ നല്ല തിരക്ക് കുറവാണ് കേട്ടോ, ആരുമില്ല, ഭയങ്കര തിരക്ക് കുറവായിട്ടിരിക്കുകയാണ്. ആക്ച്വലി ഇത് ഹോളിഡേ ടൈമാണ്, വീക്കെൻഡാണ്, ബട്ട് ആൾ നല്ല കുറവാണ് കേട്ടോ. നമുക്ക് ജസ്റ്റ് ആ ഒരു തീരത്തൊക്കെ ഒന്ന് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇവിടെ ഒരു ജംഗിൾ ബൈറ്റ്സ് കഫേ ഉണ്ട് കേട്ടോ. ടീ, കോഫി, ബ്രേക്ക്ഫാസ്റ്റ്, സ്നാക്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് ബസ് നിർത്തുന്നത്. തിരിച്ച് ബസ് കയറുന്നത് ഇവിടെ നിന്നാണ്. പ്ലീസ് കീപ് ക്യൂ എന്നൊക്കെ പറഞ്ഞില്ല. അപ്പോൾ ആൾക്കാർ ഒരുപാട് വരണമെങ്കിൽ അവിടെ പോയി വെയിറ്റിംഗ് ഏരിയ, ബസ് അവിടെ നിൽക്കുമ്പോൾ അവിടെ നിന്ന് കയറാൻ പറ്റും. ഇതാണ് ബസ് ബേ. ആ ഒരു ടിക്കറ്റൊക്കെ എടുത്ത് വന്നാൽ അപ്പം നമുക്കൊന്ന് ആ ഒരു റിവറിൻ്റെ സൈഡിലൊക്കെ ഒന്ന് പോയി നോക്കാം. പിന്നെ പെരിയാറാണ്. നമുക്കിവിടെ എന്നാൽ ലേക്ക് പാലസ് കാണാൻ പറ്റുമോ? ഇല്ല കേട്ടോ, കാണാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത്. പിന്നെ ഭാഗ്യം ഉണ്ടെങ്കിൽ ഈ തീരത്തൊക്കെ ചിലപ്പോൾ ആനിമൽസ് ഉണ്ടാവും വൈകുന്നേരങ്ങളിലും എല്ലൊക്കെ ആയിട്ട്. ഡിപ്പെൻസ് ഓൺ എന്താ പറയുക, ക്ലൈമറ്റ്. പിന്നെ അതൊരു ഭാഗ്യമാണ് നമുക്ക് ആനിമൽസിനെ സ്പോട്ട് ചെയ്യാന്നുള്ളത്. ഫോറസ്റ്റിൽ പോയാൽ നമുക്ക് ആനിമൽസ് സ്പോട്ട് ചെയ്യാന്നുള്ളൊരു ഭയങ്കര ഭാഗ്യമാണ് കേട്ടോ. നമ്മളിപ്പം കൂടുതലും ഫോറസ്റ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബൈസൺ അല്ലെങ്കിൽ മാനിനെ കാണാൻ പറ്റും. ബട്ട് ആന അങ്ങനെയുള്ള വലിയ മൃഗങ്ങളെ കാണുന്നുള്ളത് ഭയങ്കര ഭാഗ്യം തന്നെ വേണം. മെയിൻലി ടൈഗറിനെയൊക്കെ സ്പോട്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് ഭാഗ്യം വേണം. നമുക്ക് അത്യാവശ്യം മാന് അങ്ങനെയുള്ള മൃഗങ്ങളെയൊക്കെ നമുക്ക് വീണ്ടും കാണാൻ പറ്റും മിക്ക കാടുകളിൽ കയറിയാലും. ഇവിടെയും തന്നെ തീരത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പുല്ല് ഇവിടേക്ക് നമുക്ക് തീരത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വെള്ളം കുടിക്കാനൊക്കെ വരുന്ന ചില മൃഗങ്ങളാണ്. ഇവിടെ തന്നെ നമുക്ക് നിന്നാൽ മാൻ, അതോ അവിടെ മാനുണ്ട്, അതും ആ മാനിനെ കാണിച്ചു തരാം. ബാബാ അതും അവിടെ ഉണ്ട്. പക്ഷെ അങ്ങ് ദൂരെയാണ്. നമുക്കിവിടെ നിന്ന് മാനിനെ കാണാം. അപ്പം ഇതാണ് ആ ബോട്ടിങ് പോകുന്ന ഏരിയ. അതിനകത്ത് വന്ന് ക്യൂ കയറി. ഇപ്പം നല്ല കൊള്ളാണ്. കാരണം വെച്ചാൽ ഒരുപാട് ആൾക്കാർ വരികയാണെങ്കിൽ അവിടെ ക്യൂ വന്ന് ഇവിടെ വന്ന് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇരുന്നിട്ട് ക്യൂ അനുസരിച്ച് നമുക്ക് ആ ഒരു ബേ വഴി താഴോട്ട് പോകാം. ഇവിടെ കല്ലിൽ സ്റ്റേറ്റ് ആനിമൽസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് കുറേ ആനിമൽസ് വെച്ചിട്ടുണ്ട്. അതേപോലെ ബേർഡ്സ് ഉണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു സ്ഥലം കാണാനായിട്ട്. ഇത് പെരിയാറാണ്. നല്ല ഭംഗിയെന്ന് വെച്ചാൽ നല്ല ഭംഗിയാണ്. അങ്ങോട്ടൊക്കെ ഉൾക്കാടുകളാണ് കേട്ടോ. ഒരുപാട് മൃഗങ്ങളൊക്കെ കാണുമായിരിക്കും. ലേക്ക് പാലസ് പോകുന്ന ഇവിടുന്ന് ബോട്ട് അങ്ങോട്ട് പോയി അങ്ങോട്ടാണ് ലേക്ക് പാലസ് വരുന്നത്. എന്ത് രസമായിരിക്കും അല്ലേ? അന്നത്തെ രാജാവിൻ്റെ കാലഘട്ടത്തൊക്കെ എന്തായാലും ഒരുപാട് മൃഗങ്ങൾ അവർക്ക് കാണാൻ പറ്റിയിരിക്കും. അത്ര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്ഥലമാണ് കേട്ടോ ഈ പെരിയാർ ടൈഗർ റിസർവും. നല്ല ഭംഗിയാണ്, നല്ല രസമുള്ളൊരു സ്ഥലമാണ്, നല്ല കാറ്റാണ്. ഇപ്പോൾ എനിക്ക് ഇത്രയും ഒരു വൈബ് ആസ്വദിക്കാൻ പറ്റുന്ന തിരക്കില്ലാഞ്ഞിട്ടാണ്. സാധാരണ ഭയങ്കര തിരക്കാണ്, ക്യൂ ആണ് നമുക്ക് ഈ ഒരു ബോട്ടിങ്ങിന് പോകാൻ. കാര്യം തേക്കടിയിൽ ഈ ഒരു ബോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ്. സോ അതുകൊണ്ട് ഭയങ്കര തിരക്കായിരിക്കും. നോർമലി ഞാൻ മുമ്പ് വന്നപ്പോഴൊക്കെ കുറേ നേരം ക്യൂ നിന്നൊക്കെയാണ് ഇവിടെ പോയിട്ടുള്ളത് കേട്ടോ. പക്ഷെ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഭയങ്കര പ്ലസൻ്റാണ്, കാം ആൻഡ് ക്വയറ്റ്. ഒരുപാട് നമുക്ക് എൻജോയ് ചെയ്യാം. നമുക്ക് ഒരു നേച്ചറിലൂടെ, എന്നെ സംബന്ധിച്ച് ഒരു നേച്ചറിലോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഫോറസ്റ്റിലോട്ട് പോകുമ്പോൾ അവിടുത്തെ ശബ്ദം, കാറ്റ്, അതൊക്കെ ആസ്വദിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ചില സ്ഥലങ്ങളിൽ തിരക്ക് കയറിയിട്ട് ബഹളം, അതോടൊപ്പം ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ പുതിയ പയ്യന്മാരൊക്കെ ആണെങ്കിൽ സ്പീക്കറും പാട്ടൊക്കെ ആയിട്ട് വരുന്നത്. പക്ഷേ ആ ഒരു സ്ഥലത്തിൻ്റെ ആ ഒരു ആംബിയൻസിനെ നശിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ഈ ഒരു കാറ്റും
എന്താ പറയുക, മൃഗങ്ങളുടെ ശബ്ദവും കിളികളുടെ ആ ഒരു ശബ്ദവും അതൊക്കെ ആസ്വദിക്കാനാണ് എനിക്കിഷ്ടം. കാട്ടിൽ പോയി അങ്ങനെ ആയിരിക്കണമല്ലോ. ഇപ്പം പാട്ടൊക്കെ കേൾക്കാനാണെങ്കിൽ വീട്ടിലിരുന്നോ അല്ലെങ്കിൽ പബ്ബിലൊക്കെ പോയാൽ പോരെ. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്, എനിക്ക് അതൊക്കെയാണ് ഇഷ്ടം. കാട്ടിൽ പോയാൽ സൈലൻ്റായിട്ട് ഇരുന്ന കാട് ആസ്വദിക്കുക, കാടിൻ്റെ ശബ്ദം കേൾക്കുക, പിന്നെ ഈ ഒരു സ്ഥലങ്ങളിൽ നിൽക്കുമ്പോൾ എന്താ പറയുക, ആ കാറ്റ്, ആ ഒരു പ്രകൃതി ഭംഗി, ഇതൊക്കെ ആസ്വദിക്കുക എന്നുള്ളതാണ്. ഏരിയയുടെ അടുത്ത് ഞാനൊരു ഗാർഡ്സിൻ്റെ ഒരു റൂം കണ്ടു കേട്ടോ. അവിടെ കുറച്ച് ഗാർഡ്സ് ഇരിക്കുന്നുണ്ട്, ഫോറസ്റ്റ് ഗാർഡ്സാണ്. അതിൻ്റെ ഫ്രണ്ടിൽ അവരൊരു ചങ്ങാട ഇങ്ങനെ കെട്ടി നിർത്തിയേക്കണം. ഭയങ്കര രസമുണ്ട് കേട്ടോ അത് കാണാനായിട്ട്. ആ ഒരു ഗാർഡ്സ് ഇരിക്കുന്ന ആ ഒരു സ്ഥലവും ഭയങ്കര രസമുണ്ട്. മരങ്ങൾക്കിടയിൽ ചെറിയൊരു വീട് പോലെ കെട്ടിയിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ ആ ഒരു പെരിയാറും വെള്ളം ഇങ്ങനെ പോവാണ്. അതോടൊപ്പം ഒരു ചെറിയ ചങ്ങാട അവിടെ കെട്ടി നിർത്തിയേക്കൊണ്ട് ചുറ്റും കിടങ്ങുണ്ട് കേട്ടോ. ആനയൊക്കെ ഇറങ്ങുന്നുള്ളതുകൊണ്ടായിരിക്കും, ആനയോ മൃഗങ്ങളൊക്കെ വരുന്നുള്ളതുകൊണ്ട് ചുറ്റും കിടങ്ങുണ്ട്. അപ്പം എന്ത് രസമാണ് നോക്കിയ ഈ ഒരു സ്ഥലം കാണാനായിട്ട് തന്നെ. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നമ്മുടെ പെരിയാർ ടൈഗർ റിസർവിനകത്തുള്ള ബോട്ടിങ്ങിൻ്റെ അവിടെയുള്ളൊരു വൈൽഡ് ലൈഫ് ഇൻഫർമേഷൻ സെൻ്ററാണ്, കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ. അതുകൊണ്ട് നല്ലൊരു ഇൻഫർമേഷൻ സെൻ്ററാണ്. അവിടെ KFD കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രോഗ്രാംസൊക്കെ പറയുന്നുണ്ട്. ജംഗിൾ ഇൻ, ബോർഡർ ഹൈക്കിംഗ്, ജംഗിൾ ക്യാമ്പ്, ട്രൈബൽ ഹെറിറ്റേജ്, ജംഗിൾ സ്കൗട്ട്, ഗ്രീൻ വാക്ക്, ബാംബു ഗ്രൂപ്പ്സ്, ബാംബു റാഫ്റ്റിംഗ്, പെരിയാർ ടൈഗർ ട്രെയിൽ, നേച്ചർ വാക്ക്. ഇത്രയും ആക്ടിവിറ്റീസ് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ പെരിയാർ ടൈഗർ റിസർവിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത്രയും പ്രോഗ്രാംസ് ഉണ്ട്. ജംഗിൾ ക്യാമ്പൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര രസമായിരിക്കും കേട്ടോ. ഒരു സാമ്പാർ ഡിയറും ഉണ്ടോ. നമ്മുടെ പ്രോപ്പർട്ടിയുടെയൊക്കെ അടുത്താണ്. വൈകിട്ട് ഇവിടെയൊക്കെ വരും കേട്ടോ. അപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് പോകുന്ന ലേക്ക് പാലസിലാണ്. അത് ബോട്ട് കയറി വേണം പോകാനായിട്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ കേട്ടോ. ബോട്ടിൽ കയറിയിട്ട് ലേക്ക് പാലസിൽ ഇറങ്ങി അവിടെ നിന്നാണ് ലഞ്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് 4:30 ബോട്ടിൽ തിരിച്ച് നമ്മൾ നമ്മുടെ ഈ അരണ്യ നിവാസിൽ വരും. അപ്പോൾ നമുക്ക് എന്തായാലും ലഞ്ച് കഴിക്കാനായിട്ട് ലേക്ക് പാലസിൽ പോകാം. ലേക്ക് പാലസിൻ്റെ വിശേഷം കാണിച്ചിട്ടുണ്ട്. ലേക്ക് പാലസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെരിയാറിൻ്റെ നടുക്കിരിക്കുന്ന ആ കിങ്ങിൻ്റെ ആ പണ്ടത്തെ സമ്മർ സ്ഥലമാണ്. അപ്പം നമ്മളിതാ ബോട്ടിൽ ഇറങ്ങാം, പിന്നെ ഇറങ്ങാൻ പറ്റും. അപ്പം നമ്മളിതാ ഈ ഒരു ബോട്ടിൽ കയറിയിട്ട് വേണം നമ്മുടെ ലേക്ക് പാലസിൽ പോകാനായിട്ട്. അവിടെയാണ് ലഞ്ച് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇവിടെ ബോട്ടിംഗ് സ്റ്റാർട്ടായിട്ടുണ്ട്. 1:30 ബോട്ടിംഗ് ആണ്. ഓരോ ടൈമിംഗ് ഉണ്ട്. രാവിലെ 7:30, 9:30, 11:30, 1:30 അങ്ങനെയാണ് ടൈമിംഗ് വരുന്നത്. ഇതിപ്പോൾ 1:30 ബോട്ടിംഗ് ടൈമാണ്. അപ്പോൾ ഈ വലിയ ബോട്ടാണ് കേട്ടോ. ലോവർ ഡെക്കും മറ്റേ അപ്പർ ഡെക്കും ഉള്ള വലിയ ബോട്ടാണ്. 64-56 ഇതിൻ്റെ കപ്പാസിറ്റി. ലോവർ ഡെക്കിൽ 64, അപ്പർ ഡെക്കിൽ 56 അങ്ങനെയാണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നതാണ്. എന്നിട്ട് ആ ബോട്ടിൽ കയറി. അതുകൊണ്ട് ജാക്കറ്റ് കേട്ടോ, കുട്ടികൾക്കുണ്ട് ജാക്കറ്റ്. അപ്പോൾ നമ്മൾ ജാക്കറ്റൊക്കെ ഇട്ടത് ആ ബോട്ടിൽ കയറിയിരിക്കുകയാണെങ്കിൽ ചെറിയൊരു ബോട്ട് യാത്രയുള്ളൂ. ഇത് ആക്ച്വലി ഒരു ലേക്ക് പാലസിൽ പോകുന്ന ബോട്ടാണെന്ന് തോന്നുന്നു, അറിയില്ല. നമ്മളെന്തായാലും ലേക്ക് പാലസിലാണ് ഇറങ്ങുന്നത്. പറ്റുവാണെങ്കിൽ നമുക്ക് കുറച്ച് മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു, അറിയില്ല. എനിവേ നല്ലൊരു ട്രിപ്പായിരിക്കും. അടിപൊളിയല്ല അത്. ആര് ബോട്ടിലുള്ള ഒരു ചേട്ടൻ പറഞ്ഞത്, ഇത് നമ്മളിപ്പോൾ പോകുന്ന ബോട്ട് KTDCയുടെ ബോട്ടാണ്. KTDCയിലെ അരണ്യവാസിൽ താമസിക്കുന്നവർക്ക് ബോട്ടിംഗ് ഉണ്ടെങ്കിൽ ഈ ബോട്ടിലാണ് കൊണ്ടുപോകാറ്. പിന്നെ അതോടൊപ്പം ലേക്ക് പാലസിൽ സ്റ്റേ ചെയ്യുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലേക്ക് പാലസ് നമ്മളെപ്പോലെ ലേക്ക് പാലസ് വിസിറ്റ് ആണെങ്കിലും ഈ ബോട്ടിലാണ് കൊണ്ടുപോകുന്നത്. എൻ്റെ പുറകെ ഇരിക്കുന്നൊരു ഫോറിനർ ലേക്ക് പാലസ് സ്റ്റേ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ലേക്ക് പാലസിലും അല്ലെങ്കിൽ KTDC താമസമുള്ളവർക്കും കൊണ്ടുപോകുന്നൊരു ബോട്ട് ചെറിയ ബോട്ടാണ്. നോർമലി പോകുന്ന ബോട്ട് എന്ന് പറഞ്ഞാൽ ഡബിൾ ഡെക്കുള്ള ബോട്ടാണ്. അപ്പോൾ നോർമലി കൊണ്ടുപോകുന്ന ബോട്ട് എന്ന് പറഞ്ഞാൽ ഡബിൾ ഡെക്ക് ബോട്ടാണ്. ലോവർ ഡെക്കും അപ്പർ ഡെക്കും ഉള്ള ബോട്ടാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്. ആനിമൽ സൈറ്റിംഗ് കുറവാണ്. പിന്നെ കഴിഞ്ഞ ആഴ്ചയ്ക്ക് ആനയെ കണ്ടു എന്നാണ് ഇവിടുത്തെ ആ ബോട്ടിൽ ചേട്ടൻ പറഞ്ഞത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെയാണ് നമ്മൾ സൈഡിൽ നിന്ന് കാണാൻ പറ്റുന്ന. ബാക്കിയുണ്ടെങ്കിൽ സൈഡിൽ മൃഗങ്ങൾ വെള്ളം കുടിക്കാൻ വരുന്നത് കാണാം. പക്ഷേ ഇപ്പോൾ എന്താ വെച്ചാൽ ചെറിയൊരു ചാറ്റൽ മഴ ഉള്ളതുകൊണ്ട് മൃഗങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല. പിന്നെ എന്തെങ്കിലും മൃഗങ്ങളെ സ്പോട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബോട്ടിലുള്ള അവർ തന്നെ നമ്മളോട് പറഞ്ഞു തരും പിന്നെ എൻ്റെ മൃഗങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്ന്. പക്ഷെ നല്ല കാഴ്ച ഭംഗിയൊക്കെ ആസ്വദിച്ച് പോകാൻ പറ്റുന്ന ഒരു ബോട്ട് യാത്രയാണ് നമ്മുടെ ഈ തേക്കടിയിലുള്ളത്. അടുത്ത ടൈമിൽ
അപ്പോൾ അങ്ങനെ ഞങ്ങൾ ലേക്ക് പാലസിനവിടെ ഇറങ്ങി ഞങ്ങളത് ആ ബോട്ട് തിരിച്ചു പോവാണ്. നമുക്ക് ഇവിടെ നിന്നാൽ തന്നെ ആ ഒരു ആനേനൊക്കെ ഇവിടെ നിന്നാൽ തന്നെ കാണാം കേട്ടോ. അപ്പം നമ്മളിതാ ലേക്ക് പാലസിലേക്ക് പോവാണ് കേട്ടോ. നടന്ന് കയറിക്കോ. അപ്പോൾ ഇതാണ് നമ്മുടെ ലേക്ക് പാലസിലേക്കുള്ള എൻട്രി. നടന്ന് കാട്ടിൻ്റെയും പെരിയാറിൻ്റെയും നടുക്കാണ് കേട്ടോ നമ്മൾ എത്തിക്കുന്നത്. കാട്ടിൻ്റെ നടുക്കുള്ളൊരു പാലസിലാണ് നമ്മൾ താമസിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കാടിൻ്റെ നടുക്കുള്ളൊരു പാലസിലാണ്. വിശ്വസിക്കുക നിങ്ങളെ. ഇതാണ് KTDCയുടെ ലേക്ക് പാലസ്. പെരിയാറിലുള്ളതാണ്. തേക്കടിയിലുള്ള പെരിയാർ ടൈഗർ റിസർവിലുള്ള KTDCയുടെ ദ ലേക്ക് പാലസ്. അവിടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ലേക്ക് പാലസ് റിസോർട്ട് കേട്ടോ. KTDCയുടെ കീഴിലുള്ളതാണ്. കാടിൻ്റെ നടുയുടെയൊക്കെ നടുക്കിരിക്കുന്ന ാണ് ഈ ഒരു റിസോർട്ട്. ചുറ്റും വെള്ളവും കാടും ഒക്കെയാണ്. ഭയങ്കര രസമാണ് ഇവിടെ സ്റ്റേ ചെയ്യാനായിട്ട്. അപ്പം നമ്മളിതോ അവിടെയാണ് ആ ഒരു സാമ്പാർ ഡിയറിനെ ആനയൊക്കെ കണ്ടത്. ഇവിടെ വൈകിട്ടൊക്കെ ഇറങ്ങി വന്നാൽ ഉറപ്പായിട്ടും മൃഗങ്ങളെ സ്പോട്ട് ചെയ്യാൻ പറ്റും. നമസ്കാരം. താങ്ക് യു. ഇപ്പോൾ വെൽക്കം ഡ്രിങ്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലഞ്ചിനിവിടെ ചോറുണ്ട്, പിന്നെ ഒരു ബീൻസ് തോരൻ, പച്ചടി, ചിക്കൻ, ഇതെന്താണല്ലോ മീൻ കറി, പുളിശ്ശേരി, സാമ്പാർ, അവിയൽ, പിന്നെ അച്ചാർ. ഇത്ര ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഈ ഐറ്റംസ് കൂട്ടി നല്ലൊരു ഊണ് കഴിക്കാം. പക്ഷേ ഇതിൻ്റെ എല്ലാം ഹൈലൈറ്റ് എന്ന് പറയുന്നത് പുറത്തുള്ള കാഴ്ചകൾ തന്നെയാണ് കേട്ടോ. അവിടെ തീരത്തൊക്കെ ഇങ്ങനെ സാമ്പാർ ഡിയറും ആനയൊക്കെ ഇന്ന് കുളിക്കുന്ന ഒരു കാഴ്ചയാണ്. അതൊക്കെ കണ്ടിങ്ങനെ നല്ലൊരു ലഞ്ച് കഴിക്കാം. അതെ, കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനു പറയുന്നത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആന, അപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ സാമ്പാർ ഡിയർ. ഇങ്ങനൊരു ലഞ്ച് ഒരിക്കലും കഴിച്ചിട്ടുണ്ടാവില്ല കേട്ടോ. അത് മാത്രമേ കഴിച്ചിട്ടുണ്ടാവുള്ളൂ. എങ്ങനെയാണ് ഇങ്ങനെ നോക്കുമ്പോൾ മാൻ, ഇങ്ങനെ നോക്കുമ്പോൾ സീൽ, അപ്പുറത്ത് നോക്കുമ്പോ ആന. ഓ, എന്തൊക്കെ ഐറ്റംസ് അല്ലേ. ഇങ്ങനെ ഒരു ലഞ്ച് എന്തായാലും നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവില്ല. ഒരു മിനിറ്റ്, ഇങ്ങനെ ഒരു ലഞ്ച് നിങ്ങൾ എന്തായാലും കഴിച്ചിട്ടുണ്ടാവില്ല. നമ്മളിങ്ങനെ നല്ലൊരു ഊണ് കഴിക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല കാട്ടാനയും ഇപ്പുറത്ത് നോക്കിയാൽ സാമ്പാർ ഡിയറൊക്കെ കാണാൻ പറ്റുന്ന കാഴ്ചകളൊക്കെ കണ്ട് ഭക്ഷണം കഴിക്കണമെങ്കിൽ നിങ്ങൾ ഇവിടെ വരണം. ഉച്ചയൂണ് ഭക്ഷണം കഴിക്കുകയാണ് ലഞ്ച്. അപ്പം അനുവിനെ പറഞ്ഞു ഈ ഒരു ഇതെല്ലാം ഉണ്ടാക്കിയത് പഴയ ട്രാവൻകൂർ രാജാവാണ്. അപ്പോൾ അത് വിചാരിച്ചു ഈ ലഞ്ചെല്ലാം ഉണ്ടാക്കിയത് ട്രാവൻകൂർ രാജാവാണെന്ന് കേട്ടോ. അത് ചിരിച്ച് നോക്കിയാൽ രാജാവാണ് ഇതൊക്കെ ഉണ്ടാക്കിയത് അല്ലേ. അത് രാജാവ് ഉണ്ടാക്കിയ ഒരു സമ്മർ പാലസ്. അതായത് ചൂട് കാലമില്ലേ, നമ്മുടെ ഏപ്രിൽ മെയ് ഒക്കെ ഭയങ്കര ചൂടാണ് നാട്ടിൽ. ആ സമയത്ത് ഈ പാലസിലുള്ള രാജാവൊക്കെ എന്ത് ചെയ്യുന്നു വെച്ചാൽ കുതിരവണ്ടിപ്പുറത്തൊക്കെ നമ്മളവിടെ ആര്യനിവാസിൽ നിന്നല്ലേ, അവിടെ നിന്നിട്ട് ബോട്ടിൽ കയറി ഇവിടെ വന്ന് താമസിക്കും. അപ്പോൾ ഇവിടെ കുറച്ച് തണുപ്പില്ലേ. അപ്പോൾ ഈ പണ്ടത്തെ രാജാക്കന്മാരൊക്കെ വരുന്ന സമ്മർ പാലസാണ് ഈ ഒരു സ്ഥലം. നമ്മൾ ടിപ്പുവിൻ്റെ സമ്മർ പാലസ് കണ്ടിട്ടില്ലേ മൈസൂർ പോയപ്പോൾ, അതേപോലെ അടിപൊളി റോയൽ ലഞ്ച് കഴിഞ്ഞു കേട്ടോ. നല്ല ലഞ്ചായിരുന്നു. ചോറും അത്യാവശ്യം നല്ല കറികളും ചിക്കനും ഫിഷും ഒക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു ലഞ്ചായിരുന്നു. ലഞ്ച് കഴിഞ്ഞു. ഇപ്പോൾ ലഞ്ച് കഴിഞ്ഞിട്ട് എന്താ പറയുക, നമുക്ക് ഇങ്ങനെ ഇരുന്ന് ഈ ഒരു ബെഞ്ചിലിരുന്ന് കിടന്ന് നമുക്ക് വൈൽഡ് ആനിമൽസിനെ ഒബ്സർവ് ചെയ്യാം. അവിടെ എല്ലാം സാമ്പാർ ഡിയറുണ്ട്. എന്ത് രസം നോക്കിയാൽ സാമ്പാർ ഡിയർ കാണാനായിട്ട്. ഇങ്ങനെ നമുക്ക് എവിടെ സാധിക്കും. അങ്ങനെ നമുക്ക് ഒരു ലഞ്ചൊക്കെ ഒരു വൈൽഡ് ആനിമൽസിനെ അല്ലെങ്കിൽ ഒരു വൈൽഡ് എക്സ്പീരിയൻസ് ചെയ്ത് കഴിക്കണമെങ്കിൽ നമ്മൾ ലേക്ക് പാലസിൽ വരിക. KTDCയുടെ തേക്കടിയിലുള്ള ലേക്ക് പാലസ്. നല്ല ആംബിയൻസ് ആണ്. നോക്കി എന്ത് രസമുള്ള ആംബിയൻസ് ആണ് നോക്കുക. ഇത് പണ്ടത്തെ റോയൽ ട്രാവൻകൂറിൻ്റെ ഒരു സമ്മർ പാലസ് ആയിരുന്നു. അതിപ്പോൾ KTDCയുടെ ലേക്ക് പാലസ് റിസോർട്ടാണ്. 6 റൂമുകളാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ലേക്ക് പാലസ് എന്ന് പറയുന്നത് KTDCയുടെ. ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ലേക്ക് പാലസിനെ എക്സ്പ്ലോർ ചെയ്ത് കാണിച്ചിട്ട്, വെളിയിലൊക്കെ ഡൈനിങ് ഏരിയ ആണ്. പിന്നെ ചുറ്റും മൃഗങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ മേളിൽ ഇഷ്ടംപോലെ കുരങ്ങന്മാരുണ്ട്. അപ്പം നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ ഇതൊരു റിസപ്ഷൻ ഏരിയ ആണ്. നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഹെറിറ്റേജ് ലുക്കാണ് കേട്ടോ. അതേപോലെ ഇവിടെ ഒരു ഡൈനിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പ്ലസ് റോയൽ ട്രാവൻകൂർ ഫാമിലി, തിരുവിതാംകൂർ ഫാമിലിയുടെ കുറച്ച് ഫോട്ടോസും അവരുടെ അമ്പലം, പിന്നെ പണ്ടത്തെ ആ ഒരു
ലേക്ക് പാലസ് എങ്ങനെയായിരുന്നു അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ വീണ്ടും അങ്ങോട്ട് കയറുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ട്രാവൻകൂർ പാലസിൻ്റെ സമ്മർ പാലസ് ആയിരുന്നു ഇത് റേഡിയോ യൂസ്ഡ് ബൈ ഹിസ് ഹൈനസ് മഹാരാജ ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ യൂസ് ചെയ്ത ഒരു റേഡിയോ ആണ്. ഞാൻ ജസ്റ്റ് റൂം കൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ലേക്ക് പാലസിലെ ഒരു റൂം വരുന്നത് കേട്ടോ. ഭയങ്കര ഒരു ലക്ഷറി ലുക്ക് റൂമാണ്. നോക്കി എന്ത് രസമാണ്, ഒരു രാജകീയ ലുക്ക്, നല്ല അടിപൊളി അല്ലേ, നല്ല അടിപൊളി കോസി റൂമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലേക്ക് പാലസിൽ വരുന്ന റൂം. കണ്ണാടിയുടെ ഫ്രണ്ടിൽ ആനക്കൊമ്പ്, നമ്മുടെ പാലസിലൊക്കെ കാണുമ്പോൾ അതും കണ്ണാടിയുടെ സൈഡിൽ ആനക്കൊമ്പൊക്കെ വെച്ചിട്ടുള്ള ഒരു റോയൽ ലുക്കിലാണ് ഈ ഒരു റൂം ചെയ്തേക്കുന്നത്. കണ്ടോ ഇത്ര രസമാണ്. നോക്കി ഇവിടെ ഒരു റൈറ്റപ്പ് ഉണ്ട് നമ്മുടെ ട്രാവൻകൂർ സാമ്രാജ്യത്തെ പറ്റി. പിന്നെ ഫോർമർ ലെഫ്റ്റ് ഹൈനസ് ഹെർ ഹൈനസ് മഹാറാണി സേതു പാർവതി ബായി, പിന്നെ CP ദിവാൻ ഓഫ് ട്രാവൻകൂർ ആങ്കോർ റാവുത്തർ, മിസ്റ്റർ റോബിൻസൺ, ഫസ്റ്റ് വൈൽഡ് ലൈഫ് വാർഡൻ ഓഫ് പെരിയാർ ടൈഗർ റിസർവ്, പിന്നെ ആദ്യത്തെ ഒരു ബോട്ടിംഗ് ഇൻ പെരിയാർ ടൈഗർ റിസർവ്, ഓൾഡ് സ്ട്രക്ചർ ഓഫ് പെരിയാർ ടൈഗർ റിസർവ്, ഹുസൂർ കച്ചേരി ഇൻ ട്രിവാൻഡ്രം. പിന്നെ എനിക്ക് കൗതുകമായി തോന്നിയത് ഓൾഡ് വൈൻ ഗ്ലാസ് ആൻഡ് വാട്ടർ ജഗ്സ് വിച്ച് വാസ് യൂസ്ഡ് ബൈ ദ റോയൽ ഫാമിലി ഓഫ് ട്രാവൻകൂർ. അവർ യൂസ് ചെയ്തിരുന്ന പഴയ ആ ഒരു കപ്പും പിന്നെ വാട്ടർ ജഗ്സും വൈൻ ഗ്ലാസ്സൊക്കെയാണ് ഈ ഒരു ഷെൽഫിൽ അവർ കീപ്പ് ചെയ്തേക്കുന്നത് കേട്ടോ. ഭയങ്കര രസമാണ് ഇത് കാണാനായിട്ട്. ആ ഒരു റോയൽ ടച്ച് ഇപ്പോഴും അവർ നിലനിർത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ലേക്ക് പാലസ് എന്ന് പറയുന്നത് പണ്ട് ട്രാവൻകൂർ ഫാമിലിയുടെ ഒരു സമ്മർ പാലസ് ആയിരുന്നു കേട്ടോ. ഇത് രസമായിട്ട് അവർ ബിൽഡ് ചെയ്തേക്കുന്നതെന്ന് അറിയും. ഇപ്പോൾ ഇവിടെ KTDC ഏറ്റെടുത്തതിന് ശേഷം ഇവിടെ ഇപ്പോൾ 6 റൂംസ് ഉണ്ട്. ഓൺലൈൻ ബുക്ക് ചെയ്യാവുന്നതാണ്. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള സ്റ്റേ ആഗ്രഹിക്കുന്നവർക്ക് നല്ല ബെസ്റ്റ് പ്രോപ്പർട്ടിയാണ് ഈ തേക്കടിയിലുള്ള KTDCയുടെ ലേക്ക് പാലസ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഈ ഒരു പ്ലേസ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്യാനായിട്ട്. കാരണം ഭയങ്കര കാം ആൻഡ് ക്വയറ്റാണ്. നമുക്ക് എന്താ പറയുക, ടെക്നോളജി നിന്നൊക്കെ മാറി നേച്ചറിനോട്ട് ഇടപഴകി ജീവിക്കണം. നല്ലൊരു സീനറിയൊക്കെ കണ്ട് രാവിലെ ഉറക്കം എഴുന്നേക്കണം. എന്താ പറയുക, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറിയൊക്കെ കാണണമെങ്കിൽ, കണ്ട് ഉറക്കം എഴുന്നേക്കണമെങ്കിൽ ഈ ഒരു പ്ലേസ് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. അതും ഈ ഒരു പ്ലേസിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞ പോലെ വൈൽഡ് ആനിമൽസിനെ കൂടെ സൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസാണ്. ഇത് ബ്യൂട്ടിഫുള്ളാന്ന് നോക്കി ഈ ഒരു സ്ഥലം. ഇപ്പോൾ ഇങ്ങനെ ആയിരുന്നെങ്കിൽ ആ ഒരു രാജാക്കന്മാരുള്ള സമയം ഇപ്പം എന്ത് രസമായിരിക്കും അല്ലേ. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഭയങ്കര ഒരു കിടിലം ആർക്കിടെക്ചറുമാണ് ആ ഒരു സമ്മർ പാലസ് അവർ ചെയ്തേക്കുന്നത് കേട്ടോ. ഇവിടെ എപ്പോഴും ആൾ നിൽക്കണം കേട്ടോ, ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ പ്രശ്നം, നമ്മുടെ കുരങ്ങൻ എപ്പോഴും ഇവിടെ ഒരു പ്രശ്നമാണ്. ബട്ട് ഇവിടുത്തെ ആൾക്കാർ ഇവിടെ എപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പോൾ ചുറ്റും ഞാൻ പറഞ്ഞ പോലെ കാടും വെള്ളമൊക്കെയാണ്. നല്ല രസമുള്ളൊരു പ്രോപ്പർട്ടിയാണ്. ഇവിടെ വന്നാൽ ഡെഫിനറ്റ്ലി എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു അടിപൊളി കാം ആൻഡ് ക്വയറ്റ് സ്ഥലമാണ് ഈ ലേക്ക് പാലസ് KTDCയുടെ. സമയം ഇപ്പോൾ 4:30 മണിയായി കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള ടൈമായി. അപ്പം ഞങ്ങൾ ബോട്ട് കിട്ടാനായിട്ട് ബോട്ടിൻ്റെ കടവിലിങ്ങനെ ഇരിക്കുകയാണ്. അടുത്ത ബോട്ടിന് വെയിറ്റ് ചെയ്തിട്ട് 4:30 അടുത്ത ബോട്ട് വരും. ഇപ്പോഴും ബോട്ട് സഫാരി ഇങ്ങനെ നടക്കുന്നുണ്ട്. അതിലേതോ ഒരു ചെറിയ ബോട്ടാണ് വരുന്നത് കേട്ടോ. ഇനി വരുന്ന ബോട്ട് ഏതാണെന്ന് അറിയില്ല. എന്തായാലും ഇവിടെയുള്ള സ്റ്റാഫ്സ് പോകാനായിട്ട് ലാസ്റ്റ് ബോട്ടാണിത്. 4:30 ലാസ്റ്റ് ബോട്ട്. അപ്പോൾ 4:30 ബോട്ടിനായിട്ട് അവിടെ സ്റ്റാഫും ഉണ്ട്. അതോടൊപ്പം നമ്മളും കയറിയിട്ട് നമ്മൾ എവിടെ നിന്നാണോ ബോട്ട് കയറി അവിടെ ഇറങ്ങുകയാണ്, ആരണ്യ നിവാസിൻ്റെ അവിടെ. സോ അങ്ങനെ നമുക്ക് പോകാനുള്ള ബോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൂടെ നേരത്തെ വന്നവരൊക്കെ ജസ്റ്റ് ഒരു ബോട്ട് സഫാരി പോയി. അപ്പം നമ്മളിതാ തിരിച്ച് നമ്മുടെ ആരണ്യ നിവാസിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ നമ്മുടെ റൂമിൽ പോയിട്ട് ഒരു ഈവനിങ് വാക്കൊക്കെ പോകാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. വൈകിട്ട് ഇവിടെ മൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന, മൃഗങ്ങൾ മീൻസ് കുരങ്ങൻ, മാന്, മുള്ളമ്പന്നിയൊക്കെ ഇറങ്ങുന്ന പറയുന്നത്. അപ്പോൾ അത് ഭയങ്കര വെയിറ്റിംഗ് ആണ്. എന്തിനെ കാണാൻ അത് വെയിറ്റിംഗ്? മുള്ളമ്പന്നിയെ കാണാൻ. ആനെ കണ്ടല്ലോ. അപ്പോൾ വൈകിട്ട് നമ്മൾ താമസിക്കുന്ന അവിടെ മുള്ളമ്പന്നിയൊക്കെ ഇറങ്ങുന്നതാണ് പറയുന്നത് കേട്ടോ. എന്തായാലും നമ്മുടെ റൂമിൻ്റെ അവിടെ പോയിട്ട് ഒരു ഈവനിങ് ടീ ഒക്കെ കഴിച്ചിട്ട് ജസ്റ്റ് ഒരു ഈവനിങ് വാക്കിന് പോകാമെന്ന് വിചാരിക്കുന്നു. ലെറ്റ്സ് ഗോ. കണ്ട കാഴ്ച ഒന്നതായി മരങ്ങളിലെല്ലാം കരിങ്കുറങ്ങും. പിന്നൊന്ന് സാമ്പാർ ഡിയർ വളരെ അടുത്ത് നിൽക്കുകയാണ്. നമ്മുടെ ആ ഒരു പ്രോപ്പർട്ടിയുടെ മെയിൻ ഗേറ്റിൻ്റെ അവിടെ തന്നെ നിൽക്കുകയാണ് ഈ സാമ്പാർ ഡിയർ. ഇതായി മരത്തിലൊക്കെ ചാടി പോകുന്ന കരിങ്കുരങ്ങാണ് കേട്ടോ. സാമ്പാർ ഡിയർ നിൽക്കുന്നുണ്ടോ? നോക്കി എന്ത് രസം. അയ്യോ, ഒരു കൂസലും ഇല്ല കേട്ടോ. അത് ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ. നോക്ക്, അതാ ഈ വീണ ഈ റെഡ് പൂവൊക്കെ തിന്നാനായിട്ട് നിൽക്കുക കേട്ടോ. ഭയങ്കര ഫ്രണ്ട്ലിയാണ് കേട്ടോ പോകുന്നത് കേട്ടോ.
നോക്ക്, അടിപൊളിയാട്ടോ. രാത്രി ഒന്ന് നടക്കാൻ ഇറങ്ങിയാണ് ഞാനും അതും മോനും കൂടെ. നമ്മളെ വീട്ടിൽ ഈ മീനൊക്കെ മുറിച്ചേക്കുമ്പോൾ പൂച്ച വരില്ല, അതേപോലെ ഒരു ഐറ്റം ഇവിടെ വന്നിട്ടുണ്ട്. ഇതാ കണ്ടോ, മുള്ളൻ പന്നി. നോക്ക്, മുള്ളൻ പന്നി. എന്താ മുള്ളൻ പന്നി ഉണ്ടോ? അടിപൊളിയല്ലേ. ഞാൻ ആദ്യമായിട്ടോ ഇങ്ങനെ കാണുന്നത് മുള്ളൻ പന്നി. മ്യൂസിയത്തൊക്കെ കണ്ടിട്ടുണ്ട്, ബട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വൈൽഡിൽ നിന്ന് മുള്ളൻ പന്നിയെ കാണുന്നത്. നമുക്ക് ഡിന്നർ കഴിക്കാനായിട്ട് ഇത് ആക്ച്വലി ഡെസേർട്ട് ഏരിയ ആണ്. ഐസ്ക്രീം ഉണ്ട്, കാരമൽ കസ്റ്റർഡ് ഉണ്ട്, സ്റ്റാർട്ടറായിട്ട് സ്വീറ്റ് കോൺ വെജ് സൂപ്പ് ഉണ്ട്, പിന്നെ ക്രീം ഓഫ് ചിക്കൻ സൂപ്പ് ഉണ്ട്, പിന്നെ ചപ്പാത്തി ഉണ്ട്, ഇടിയപ്പം ഉണ്ട്, പ്ലെയിൻ റൈസ്, വെജ് നൂഡിൽസ്, വെജ് ബിരിയാണി, ഗാർലിക് പനീറുണ്ട്, കടായി വെജ് ഉണ്ട്, ദാലുണ്ട്, സോയ സ്റ്റൂ, ചിക്കൻ ഗീ റോസ്റ്റ്, ഫിഷ് കറി. ഇത്രയാണ് നമ്മുടെ ഡിന്നർ വരുന്നത്. നമുക്കൊരു ഡിന്നർ കഴിച്ചാലോ. ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ സമയം ഇപ്പോൾ 7 മണിയായി. 7:30 ഫസ്റ്റ് ബോട്ടിംഗ് ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നടക്കാൻ ഇറങ്ങിയാണ് കേട്ടോ. നല്ല രസമാണ് കേട്ടോ രാവിലെ. കിളികളുടെ ശബ്ദം, ഭയങ്കര കിളികളുടെ ശബ്ദവും മറ്റേ ആ മലയണ്ണാൻ്റെ ശബ്ദമൊക്കെയാണ്. അപ്പോൾ രാവിലെ ഫസ്റ്റ് ബോട്ടിങ് അവർ 7:30 ബോട്ടിങ്ങിന് ആൾക്കാർ വന്ന് അത് ബോട്ടിങ് സ്റ്റാർട്ടായി കേട്ടോ. പണിപ്പം സ്റ്റാർട്ടായിട്ടുണ്ട്. ഫസ്റ്റ് സെറ്റ് ഓഫ് ആൾക്കാർ പോയി. ജസ്റ്റ് ഒന്ന് നമ്മുടെ ആ ഒരു ബോട്ടിങ് ഏരിയകളൊക്കെ അവിടെ ഒന്ന് പോയി കാണിച്ചു തരാം കേട്ടോ. ഇതാ ബോട്ടിങ് ഏരിയ ആണ്. ഇതിവിടെ ഞാൻ പറഞ്ഞില്ല, ഗാർഡ്സിൻ്റെ റൂമുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു രാവിലെ എന്തോ ട്രക്കിംഗ് ഉണ്ട്. അപ്പോൾ ട്രക്കിംഗ് പോകാനായിട്ട് ആൾക്കാർ റെഡി ആവുകയാണ്. ഓക്കെ, റെഡിയാണെന്ന് വെച്ചാൽ ഒന്നിവിടെ റിപ്പോർട്ട് ചെയ്യണം. പിന്നെ കാലിൽ അവർ ഈ ചാക്ക് പോലൊരു സാധനം കെട്ടും, മൂക്കുപ്പൊടിയൊക്കെ വെച്ചിട്ട് ഈ ലീച്ച് കയറാതിരിക്കാൻ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ നല്ല രസമാണ് കേട്ടോ കാടൊക്കെ കാണാൻ. രാവിലെ ബോട്ടിങ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ആൾക്കാരത് ബോട്ടിലൊക്കെ കയറുന്നത്. ഒരു ബോട്ട് 2 ബോട്ട് പോയി കേട്ടോ. അയ്യോ, അപ്പോൾ രാവിലെ ഈ സൈറ്റിങ് ചിലപ്പോൾ കൂടുതലായിരിക്കും. അതുകൊണ്ടായിരിക്കും ആൾക്കാർ അത്രയും രാവിലെ 7:30 സമയം. ഇപ്പം 7:30 ആണ് കേട്ടോ. 7:30 ഫസ്റ്റ് ബോട്ടിങ് സ്റ്റാർട്ടാവുന്നത്. ഓൾറെഡി 2 ബോട്ട് പോയി. 2 ബോട്ടിൽ ആൾക്കാർ ഫുള്ളായിട്ടുണ്ട്. ഇത്ര രാവിലെ ആൾക്കാർ ബോട്ടിങ് പോകുന്നത് ചിലപ്പോൾ ആനിമൽ സൈറ്റിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുകൊണ്ടോ ആ 2 ബോട്ടും ഫില്ലായിട്ടുണ്ട്. നല്ല രസമാണ് കേട്ടോ രാവിലെ കാണാൻ. കിളികളുടെ ശബ്ദവും ഒക്കെ മാത്രമേ ഉള്ളൂ കൂടുതലും. അപ്പം ജസ്റ്റ് നമുക്ക് നമ്മുടെ അരണ്യ നിവാസിൻ്റെ ആ ഏരിയയൊക്കെ ഒന്ന് കറങ്ങി കണ്ടിട്ട് വരാം. രാവിലെ ഇപ്പോൾ ഇതുവഴി നടക്കാൻ നല്ല രസമാണ്. കാര്യം ഈ മരത്തിൽ ഫുൾ കുരുവികളും മറ്റേ നമ്മുടെ മലയണ്ണാനും ഒക്കെയാണ്. പിന്നെ ചില മരങ്ങളിൽ വേഴാമ്പലൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ കിളികളുടെ ശബ്ദം ഭയങ്കര രസമാണ് കേട്ടോ കേൾക്കാൻ. കുരങ്ങന്മാരും കിളികളും കേട്ടോ, കിളികളുടെ ചൂടും വിളിയൊക്കെ എന്ത് രസമാണ്. മ്യൂസിക്കലായിട്ടാണ് വിളിക്കുന്നത് കേട്ടോ. അതൊരു പ്രത്യേക രസമാണ് രാവിലെ ഇതൊക്കെ കേൾക്കാനായിട്ട്. അതൊക്കെ കേൾക്കണമെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഒരു മോർണിംഗ് വാക്ക് നടത്തുക. പിന്നെ ഞാനീ പോകുന്ന റോഡിൻ്റെ ചുറ്റും കിടങ്ങുണ്ട്. ഇത് രസമല്ലേ. വഴിയുണ്ടോ? ഇത് നമ്മുടെ ബോട്ടിങ് പോകുന്ന റോഡാണ്. ഇവിടെ കിടങ്ങുണ്ട്, കിടങ്ങ്. ഇതൊക്കെ സ്റ്റാഫ് ക്വാർട്ടേഴ്സാണ് കേട്ടോ. ഇവിടെ സ്റ്റാഫിന് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ്. ഞാനിങ്ങനെ നടന്നു വന്നു. നടന്നു വരുമ്പോൾ നമ്മൾ ആക്ച്വലി ഇന്നലെ വന്ന വഴിയാണ് കേട്ടോ. ഇന്നലെ നമ്മുടെ അരണ്യ നിവാസിൽ പോകാനായിട്ട് വന്ന വഴിയാണ്. ഇവിടെ ഒരു ടേർട്ടിലിൻ്റെ ഒരു ഷേപ്പിലൊരു കഫേ ഉണ്ട്. ടേർട്ടിൽ കോഫി ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് ഈ കോഫി, സ്നാക്സ്, ഐസ്ക്രീം ഒക്കെ കിട്ടുന്ന ഒരു ടേർട്ടിൽ കോഫി ഷോപ്പ്. ഓക്കെ, ടേർട്ടിലിൻ്റെ ഷേപ്പിലാണ് വെച്ചേക്കുന്നത്. ഈ ഒരു സ്ഥലമൊക്കെ നല്ല രസമുണ്ട്. നല്ല പച്ചപ്പും ഫുൾ ബഫലോ ഗ്രാസാണ്. ഇവിടേക്ക് ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ഇതാണ് ആ ടേർട്ടിൽ കോഫി ഷോപ്പ്. കുറച്ചുകൂടെ മുന്നോട്ട് നടന്നിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിക്കുന്നു. നല്ല രസമുണ്ട് രാവിലെ ഇതുവഴി നടക്കാനായിട്ട്. ഫുൾ ഞാൻ പറഞ്ഞ പോലെ പക്ഷികളുടെയൊക്കെ ശബ്ദവും ഒക്കെയാണ്. തിരിച്ച് ഞാൻ എൻ്റെ പ്രോപ്പർട്ടിയിലെത്തി. നമ്മുടെ പ്രോപ്പർട്ടിയുടെ തൊട്ട് പുറത്ത് തന്നെ, മീൻസ് പ്രോപ്പർട്ടിയുടെ കോമ്പൗണ്ടിൽ തന്നെ അരണ്യ റിക്രിയേഷൻ ക്ലബ് ആൻഡ് ലൈബ്രറി ഒക്കെ ഉണ്ട്. ഇവിടെ ഒരു ബാഡ്മിൻ്റൺ കോർട്ടുണ്ട്. അതോടൊപ്പം അകത്ത് TT കളിക്കാം. ബില്ലിയാർഡ്സും ഉണ്ട്. പിന്നെ ക്യാരം ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയ റിക്രിയേഷൻ ഏരിയ പ്ലസ് ലൈബ്രറി ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇന്നലെ രാത്രി ഇവിടെയാണ് നമ്മൾ മുള്ളൻ പന്നിയും മ്ലാവിനെയൊക്കെ കണ്ടത്. മ്ലാവാണ് ഇന്നലെ രാത്രി ആ മരത്തിനോട് ഉണ്ടായിരുന്നു.
അപ്പം ഇനിയിപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ. ഇതാണ് നമ്മുടെ അരണ്യ നിവാസ് പ്രോപ്പർട്ടിയുള്ള പണ്ട് റോയൽ ട്രാവൻകൂർ ഫാമിലി കിട്ടിയ ഒരു സ്ഥലമാണ്. ഇഷ്ടംപോലെ ആൾക്കാർ, ടൂറിസ്റ്റ് ആൾക്കാർ വരുന്നുണ്ടല്ലോ. നല്ല പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ട്. ഇതവരുടെ നാച്ചുറൽ സ്പായാണ്, ആയുർവേദിക് ആൻഡ് വെൽനസ് നാച്ചുറൽ എന്ന് പറഞ്ഞ ഒരു സ്പായാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ചോക്കോ ഫ്ലേക്സ്, കോൺ ഫ്ലേക്സ്, ഹോട്ട് മിൽക്ക്, പിന്നെ ടോസ്റ്റ് ഉണ്ട്, മെത്തി പറാത്ത, ഇഡ്ലി, പോഹ, പുട്ട്, ചെറുപയർ കറി, സാമ്പാർ, ഓംലെറ്റ്, ഇത്ര ഐറ്റംസ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുണ്ട്. പ്ലസ് ടീ, കോഫി, പിന്നെ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനുള്ള മെഷീൻ ഉണ്ട്, പിന്നെ ഒരു ചെറിയ പൈനാപ്പിൾ ജ്യൂസും ഉണ്ട്. അത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ അങ്ങനെ അടിപൊളി ഒരു KTDC തേക്കടിയുടെ അരണ്യ നിവാസിൽ സ്റ്റേ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകണം. അപ്പോൾ ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. ബോട്ടിംഗ് പോകാം, ഭാഗ്യമുണ്ടെങ്കിൽ മൃഗങ്ങളെയൊക്കെ കാണാം. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്കും നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടട്ടെ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യം പറഞ്ഞ പോലെ 3 ഓപ്ഷൻ ഉണ്ട് ഇവിടെ താമസിക്കാൻ. ലേക്ക് പാലസ്, അതൊരു ഭയങ്കര പ്രീമിയം എക്സ്പീരിയൻസ് ആണ്, കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷെ അതിനുള്ളൊരു വർത്ത് ഉണ്ട്. പിന്നെ ഇവിടെ അരണ്യ നിവാസ് ഉണ്ട്, നല്ല പ്രോപ്പർട്ടിയാണ്. പിന്നെ പെരിയാർ ഹൗസ്, അങ്ങനെ 3 ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ നമുക്ക് ഈ പെരിയാർ ടൈഗർ റിസർവിന്റെ ഉള്ളിൽ തന്നെ താമസിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഇഫ് യു നോട്ട് സബ്സ്ക്രൈബ് ചാനൽ, പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ദ ബെൽ ഐക്കൺ നോട്ടിഫിക്കേഷൻ ഓഫ് ദ നെക്സ്റ്റ് വീഡിയോ. ദിസ് ഈസ് ട്രാവൽ കപ്പ്. ബൈ.